ഇങ്ങോട്ട് പറ. യവനും ആ സീസണും കൂടിയാണ് വാക്കിന് വേണ്ടാതീനൊക്കെ പറഞ്ഞു കൊടുക്കണത് കേട്ടാ. ഇനി എങ്ങാനും എന്റെ പ്ലസ് മോളെ കളിയാക്കിയാ ഞാൻ എന്നാ ചെയ്യുമെന്ന് അറിയാവാടാ. ഞാനല്ല തുറക്കാരാണ് പറയണത്. പ്ലച്ചി കൊച്ചിനെ കെട്ടാൻ വേണവരെല്ലാം തട്ടിപ്പോകുന്നു. മീനാക്ഷി കുഞ്ഞെന്താ ഇറങ്ങാൻ തുടങ്ങുവാ? ബ്ലസ്സിയുടെ അപ്പം വന്നിട്ട് പോയാ പോരാ. ഉച്ചയ്ക്ക് മുമ്പ് മൂസത്തിന്റെ അടുത്ത് എത്തണമെന്നാ പറഞ്ഞത്. ഇനി നിന്നാ വൈകും. ചേച്ചി പോയിക്കോ. ആ മൂസത് ഭയങ്കര ചൂടനാന്നാ കേട്ടിട്ടില്ലേ. വാടാമഞ്ഞളി ഇലവർങ്ങത്തുണി കരയാമ്പൂവോട് കരമാഞ്ചാക്ക് പുഞ്ചിരി കൊഞ്ചിരി ഭൈരവ ജാനകി. ഇതെല്ലാം മരുന്നാണോ? ഹേയ്, ഇതൊക്കെ ഇവിടെ അരക്കണ ജോലിക്കാരുടെ പേരാ. പോയി വിളിച്ചോണ്ട് വരിക. വരാൻ നേരത്ത് ഈ മരുന്ന് കൂടി അങ്ങോട്ട് വാങ്ങിച്ചോണ്ട് വരിക. ഒന്ന് വായിക്കുക. ചുക്കുമുളക് ഈ വായിക്കണത് ചുക്കുമുളക് ത്രിഫല്ലി എന്നല്ലേ എഴുതിയിരിക്കണത്. ഓ, ഇതങ്ങനെ വായിക്കാം. ചുമ്പാൻ ഇതങ്ങോട്ട് പിടിക്ക. നിക്ക നിക്ക നിക്ക. എങ്ങോട്ടാ ഈ ചവിട്ടി കുത്തി പോണത്? എങ്ങോട്ടാ? അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ മീനാക്ഷി. ഈ മുംബൈയിലെ അതെ. നോ മൃത്യുഞ്ജയ നമ്പൂതിരി ഇവിടത്തെ മൂസത്തിന്റെ അടുത്ത ആളാ. ഞാൻ ഭീമസേനൻ ഇദ്ദേഹത്തിന്റെ അടുത്ത ആളാ. അത്രയ്ക്ക് അടുപ്പില്ല. കുട്ടി വരിക വരിക വരിക. It's not for a joke. It's a truth. കണ്ടുപിടുത്തങ്ങൾ ഒരുപാടായിക്കോട്ടെ. ചുട്ടുപൊള്ളുന്ന സൂര്യനെ വരെ നാളത്തെ മനുഷ്യർ കൈയെത്തിപ്പിടിച്ചേക്കാം. പക്ഷേ ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ അടിത്തറ പോലും ഭാരത സംസ്കൃതിയിൽ നിന്നാണ്. യുനോ, ആയുർവേദ ഈസ് ദ ബേസ് ഓഫ് മോഡേൺ മെഡിക്കൽ സയൻസ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. വരണം. Marina, Sir? This is Meenakshi. 8 years back we met in New York International Medical Conference. I know sir, Meenakshi from Mumbai. Yeah. ആ സെമിനാറിൽ തന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച സ്റ്റുഡന്റ് ഇവളായിരുന്നു. മീനാക്ഷിക്ക് മരീനെ മനസ്സിലായില്ലേ? സെമിനാറിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നല്ലോ ഡിസ്കഷൻ. സംശയങ്ങൾ ചോദിക്കാൻ രണ്ടുപേരും ഒന്നിച്ചല്ലേ എന്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നത്? Oh yeah, Marina Williams. Yeah. I think you came from Virginia University, right? Exactly. How are you, Meenakshi? Oh, I'm doing good. Thank you. 8 വർഷം കഴിഞ്ഞില്ലേ സർ? പെട്ടെന്ന് ഓർക്കാൻ കഴിഞ്ഞില്ല. യെസ്. മറവി, മനുഷ്യന്റെ മറവി, അതായിരുന്നല്ലോ അന്നത്തെ ചർച്ചാ വിഷയം. അല്ല, നാളെ വരുമെന്നല്ലേ പറഞ്ഞേ? എന്താ ഇന്നേ പോന്നേ? ഇന്ന് തന്നെ സാറിനെ കാണണമെന്ന് തോന്നി. ഒരു അത്യാവശ്യ കാര്യമുണ്ട് സർ. വാട്ട് ഹാപ്പൻഡ്? അത് എനിക്ക് സാറിനോട് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം സർ. പ്ലീസ് കം. എന്ത് കേൾക്കാൻ നിൽക്കുക? അല്ല, കുട്ടിക്ക് എന്തോ പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ കേട്ടോളാം. നിങ്ങൾ താഴെ ചെന്ന് ഇന്ന് പുതുതായിട്ട് 4 പേഷ്യൻസ് വന്നിട്ടില്ലേ, അവരുടെ തലയിലെ വലിയ ചന്ദനാദി എണ്ണ നിറയെ തേച്ചങ്ങട് കുളിപ്പിക്കുക. നടക്കുക. നമുക്ക് കുളിപ്പിക്കലേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങ മൂസത്തിന്റെ അനിയന്മാരാടാ? ഞാൻ വക്കച്ചൻ, മൂസത് വക്കച്ചൻ. പെരുന്തച്ഛന്റെ അനിയനാണോ? ആണ്. എന്തൊരു ഐശ്വര്യമാണ് മൂസതുമാരുടെ മുഖത്ത്. ചുമ്മാതല്ല മീനാക്ഷി കൊച്ചിങ്ങാട്ട് വന്നത്. ഈ ഐശ്വര്യം തനിക്ക് വേണോ? കിട്ടുവാ? കിട്ടും. എങ്കി എന്റെ ഈ മുഖത്തിന്റെ ആവോലി ഷേപ്പൊന്ന് മാറുമായിരുന്നു. എങ്കിൽ ഷർട്ട് ഒരു കണ്ണടച്ച് ഈശ്വരനെ ധ്യാനിച്ചിരുന്നോളൂ. പിന്നെന്താണ്? അയ്യോ, എന്തൊരു വരം. നിനക്ക് ഭീമസേനന്ന് പേരിട്ടവന്റെ തലയ്ക്ക ആദ്യം തളപ്പിക്കേണ്ടത്. മൂസതായിട്ട് നടക്കുക. ഭീമ, ഇവന് വട്ടത്തിൽ കൂടിയിട്ടുണ്ടെന്നാ തോന്നണത്. ഇവന്റെ തലയിൽ വെച്ച ആദ്യം എണ്ണ. ഇതിനകത്താരാ? ഒരു പ്രാന്തനാ. ഇങ്ങോട്ട് മാറുക. ഇങ്ങോട്ട് മാറി സദ്യക്കാരനായിരിക്കില്ല. പിടിക്കാവണേ. മീനാക്ഷി പറഞ്ഞ ഈ ആളിന്റെ തലച്ചോറിനേറ്റ ആഘാതത്തില് അയാളുടെ നിറമോ ശരീരഘടനയോ ചിലപ്പോൾ മാറിപ്പോയെന്ന് വരാം. ഏറ്റവും സങ്കീർണമായ ഒരു കമ്പ്യൂട്ടറാണ് മനുഷ്യന്റെ തലച്ചോറ്. അതിന്റെ മെമ്മറി പവറിനെ ജയിക്കാൻ ഇന്ന് വരെ ഒരു ശാസ്ത്രത്തിനും കഴിഞ്ഞിട്ടില്ല, കഴിയേയില്ല.
അനേകായിരം ഐസിയും കപ്പാസിറ്ററും പ്രൊസസ്സറും ഉള്ള ഈ അത്ഭുത കമ്പ്യൂട്ടറിന്റെ ഏതെങ്കിലും ഒരു കോമ്പണന്റിന് താളം പിടിച്ചാൽ അവന്റെ ജീവിതഗതി തന്നെ തകിടം മറിയും. താൻ ആരാണെന്ന് പോലും മറന്നുപോകും. ചിലപ്പോൾ ക്രിമിനലാകാം, സാഡിസ്റ്റാകാം, ഭ്രാന്തനാകാം. തിരിച്ച് അവനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അപൂർവമായി സംഭവിക്കാറുള്ളൂ. ഇത് അമ്നീഷ്യയുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു രോഗം തന്നെയാണ്. അതെ സർ, പക്ഷെ അമ്നീഷ്യ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റുന്ന ഒരു അവസ്ഥ അലോപ്പതിയിൽ ഇന്നില്ലല്ലോ. ഇല്ല, അതിനാണല്ലോ നമ്മുടെ റിസർച്ച്. പക്ഷേ ഇത് അമ്നീഷ്യയാണോ? കേട്ടിടത്തോളം ഈ ബ്ലാക്കും മീനാക്ഷി പറയുന്ന രമേശൻ രണ്ടു പേരാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിവേ, തനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ റെഡി. താങ്ക് യു സർ. പഠിക്കേണ്ട വിഷയം സ്വന്തം ജീവിതത്തിൽ പരീക്ഷണമാകുകയാണല്ലേ. ഈ എക്സ്പെരിമെന്റില് മീനാക്ഷി ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. ഞാൻ എന്തിനും തയ്യാറാണ് സർ. പക്ഷേ ഇവിടെ കൊണ്ടുവരണമല്ലോ, അതിനയാൾ സമ്മതിക്കോ? തരകനങ്ങൾ പറഞ്ഞാൽ അയാൾ കേൾക്കും. അങ്ങോട്ട് നോക്കിയേ, ഇത് പ്രേമം മൂത്ത് നെറിയ കയറിയെന്നാണ് തോന്നുന്നത് കേട്ടാ. പുതിയ പോലീസ് ഓഫീസർ കെട്ടാൻ വന്നിട്ട് നടക്കാതെ പോയത് ബ്ലാക്കിന്റെ ഭാഗ്യം. ഞാൻ വിചാരിച്ചു മുല്ലപ്പൂ തലയിലിട്ടതിന് എന്നെ ചീത്ത വിളിക്കുമെന്ന്. വിളിച്ചേനെ, പക്ഷെ നല്ല വാസനയുള്ള പൂവാ, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഈ തുറ മുഴുവൻ നടന്ന് പറിച്ച പൂവാണ് കേട്ട. അസ്തറ മേടിച്ച് തേക്കാൻ പറഞ്ഞാ തേക്കത്തില്ലല്ല. ആ മീനാച്ചി കൊച്ചിന് എന്നാ മണമാണ്. ആ മണം പിടിക്കാൻ നീ അവരുടെ കൂടെ പോവുകയാണല്ലോ. ബ്ലച്ചിക്കൊച്ചിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോകത്തില്ല. എനിക്കെന്തിനാ ഇഷ്ടക്കേട്? നീ പോയി മീനു ചേച്ചിയെ മരുന്ന് പറിക്കാൻ സഹായിച്ചോ? യവൻ പോയാ പിന്നെ തരകച്ചായന്റെ ബാഡി ഗാർഡിന് എന്നാ ചെയ്യും? അതിന് ഞാൻ വരണവരെ പുള്ളിക്കാരൻ വിവരക്കേടൊന്നും പറയാതിരുന്നാ മതിയല്ല. ആരാണ്ടോ വിവരക്കേട് പറഞ്ഞത്? എടാ, നിനക്കെന്തെങ്കിലും സംശയമാണെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ, ഞാൻ പറഞ്ഞു തരുമല്ല. അത് തന്നെയാണ് ഞാനും പറഞ്ഞതല്ലേ. നീ ഇവിടെ വർത്താനം പറഞ്ഞാണ്ട് നിന്നു. എടാ, മീനാക്ഷി കൊച്ചിന് കാട്ടിപ്പോയി മരുന്ന് പറിക്കാനുള്ളതാണ്. കാട്ടുമൃഗത്തെ പേടിച്ചിട്ടാണ് ഈ കാട്ടാമൃഗത്തെ മതിയെന്ന് ആ കൊച്ചു പറഞ്ഞത്. പിന്നെ രാവിലെ 10 മണിക്ക് മുമ്പ് തന്നെ നിന്നെ മൂസദിന്റെ വീട്ടിലെത്തിച്ചേക്കാന്ന് ഞാൻ വാക്ക് കൊടുത്തതാണ്. വേഗം കുളിച്ചിട്ട് പോകാൻ നോക്കടാ. അതിന് ഞാൻ മെനിഞ്ഞാന്ന് കുളിച്ചതാണല്ല. ആഹാ, എന്നാ ഈ കൊല്ലം നീ കുളിക്കാണ്ട, വേഗം പോകാൻ നോക്കടാ പൊട്ടൻ ചങ്കര. മീനാച്ചി കൊച്ചെ, കാട്ടിപ്പോയി മരുന്ന് പറിക്കാനെന്ന് പറഞ്ഞിട്ട് ഇതെന്നാത്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കണത്? എന്നെ നിങ്ങൾ എല്ലാരും കൂടെ എന്നെ എടുക്കാൻ പോകുകയാണ്. ഈ വിളക്കുകളും പൂജാദ്രവ്യങ്ങളും ഒക്കെ കണ്ടിട്ടാവണം ഇയാളിങ്ങനെ ഭയപ്പെടുന്നത്. പക്ഷെ എന്റെ ചികിത്സാവിധിയിൽ ഈശ്വരാധീനത്തിനാണ് മുൻതൂക്കം. ആയുർവേദത്തിൽ അത് പറയുന്നുണ്ട്. മീനാച്ചി കൊച്ചെ, നമുക്ക് കാട്ടി മരുന്ന് പറിക്കാൻ പോവാ. ചുമ്മാ അങ്ങനെ കാട്ടിപ്പോവാൻ പറ്റില്ല ബ്ലാക്കി. ഇവിടെ ചില പൂജയൊക്കെ ഉണ്ട്. പൂജ? അങ്ങനെ വരട്ടാ. എന്നാ കൊണ്ടുവാ. ഞാനിവിടെ വിശന്നിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കൊറായി. അത് തിന്നാനുള്ളതല്ല. ഇയാളെന്തിനാണ് എന്റെ കണ്ണുകുത്തി പൊട്ടിക്കാൻ പോണത്? ഇയാളാള് ശരിയല്ല കേട്ടാ. നോട്ടം കണ്ടാൽ അറിയാം. ഈ പൂജകൾ കഴിയുമ്പോൾ നിന്റെ ശരീരത്തിലെ അഴുക്കുകളൊക്കെ മാറി ശുദ്ധമാണ്. എന്നിട്ടേ മരുന്ന് പറിക്കാൻ പോകാൻ പാടുള്ളൂ. കടലിൽ പോന്നവന്റെ മേത്ത് അഴുക്കില്ലെന്നറിയത്തില്ല ഇയാൾക്ക്, മണ്ടൻ. അഴുക്ക് മാത്രമല്ല, എനിക്കൊരു മണം ഉണ്ടെന്ന് ബ്ലാക്ക് പറയാറില്ലേ? ഉണ്ട്. അതുപോലൊരു നല്ല മണം ബ്ലാക്കിനും ഉണ്ടാവും. അപ്പൊ ഇതിനേക്കാൾ സുന്ദരനാകും. എന്നിട്ട് ഞാൻ തുറയെ പോയി ബ്ലച്ചിക്കൊച്ചിനെ മണപ്പിക്കും. അപ്പൊ എന്നോട് ഭയങ്കര ഇഷ്ടം തോന്നും. പിന്നെ ഒത്തിരി ഇഷ്ടാവും. അപ്പൊ പറയുന്ന അനുസരിക്കല്ലോ. ഇത് അങ്ങോട്ട് കൊടുക്കുക. ഇത് മാത്രം നടക്കത്തില്ല കേട്ടാ. ഞാൻ കറുത്തതേ ഉടുക്കൂ. തുറയിലെല്ലാവർക്കും അറിയാല്ല. മീനുക്കൊച്ചെ, ഇങ്ങനാണെങ്കിൽ ഞാൻ പോകയാ. വേണ്ട, അതവിടെ വെച്ചേക്ക്. നീ തന്നെ കൊടുത്താ മതി. എന്റെ അമ്മോ, ഇതെന്തൊരു സ്വരമാണ്? കരടി അമർന്ന പോലെ ഉണ്ടല്ല. നിങ്ങ എങ്ങനെയാണ് ഇയാളെ സഹിക്കണത്? എങ്കി പൂജ തുടങ്ങട്ടെ ബ്ലാക്ക്. മണം കിട്ടാൻ വേണ്ടിയല്ല, തുടങ്ങിക്കാം. പക്ഷെ മീനുക്കൊച്ചടുത്ത് തന്നെ വേണം.